ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു സൺഡേ ആണ്. അപ്പോൾ വീക്കിലി നമ്മളൊരു 6 ഡേയ്സ് വർക്ക് ചെയ്തിട്ട് ഒരു സൺഡേ ഓഫ് കിട്ടുമ്പോഴത്തേക്കിനും ഒരുപാട് പ്ലാനിങ് ഉണ്ടായിരിക്കുമല്ലോ. പൊതുവേ എൻ്റെ സൺഡേയ്സ് എല്ലാം കുറച്ച് സ്ലോ മോർണിംഗ് ആണ്, കുറച്ച് താമസിച്ചാണ് എഴുന്നേക്കുന്നത്. അല്ലാത്ത ദിവസം നമ്മൾ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് നേരത്തെ എണീക്കുമല്ലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എല്ലാ ജനലും വാതിലൊക്കെ ഒന്ന് തുറന്നിട്ട്, നമ്മൾ വീട്ടിലങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എല്ലാ ദിവസവും ഒന്നും ജനലൊന്നും തുറന്നിടാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടിലിരിക്കുന്ന ദിവസം മാക്സിമം ഞാൻ ജനലൊക്കെ തുറന്നിടാറുണ്ട്. അപ്പോൾ അത്യാവശ്യം കാറ്റും വെളിച്ചമൊക്കെ വീടിനകത്തേക്ക് കയറുമല്ലോ. ഇപ്പോൾ എല്ലാ ദിവസവും മിക്കപ്പോഴും മഴ പെയ്യുന്നതുകൊണ്ട് രാവിലെ അങ്ങനെ വെയിലൊന്നും ആയി വന്നിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം നമുക്കൊരു ചായ നിർബന്ധമാണ്. ഇത് മില്ലറ്റിൻ്റെ സീഡ്സ് ഇല്ലേ, അതാണ്. അപ്പോൾ രാവിലെ അത് കുറച്ച് പാലിൽ കുതിർത്തിട്ട് അത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് കൂടുതൽ കഴിക്കാറുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത്, പാലില്ലെങ്കിൽ നമുക്ക് വെറുതെ ആണെങ്കിൽ കഴിക്കാൻ പറ്റുന്നതാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ലുലു മാളിൽ പോയപ്പോഴത്തേക്കിനും അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഞാനതിനകത്തേക്ക് തിളപ്പിച്ച പാൽ കുറച്ച് ഒഴിച്ചിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കുക. അപ്പോൾ അതൊന്നും തണുക്കുമ്പോഴത്തേക്കിനും അതിനകത്ത് സീഡ്സൊക്കെ ഒന്ന് കുതിർന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ ചായ പലവിധമാണ്. നമുക്ക് തേയിലപ്പൊടി ഇട്ട നോർമൽ ചായയും ബൂസ്റ്റ് ഇട്ട ചായ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബൂസ്റ്റ് ഞാനൊരു കപ്പിനകത്തേക്ക് ഇട്ടിട്ട് ബൂസ്റ്റ് ഇട്ട ചായ മാറ്റി വയ്ക്കുവേ. ഇത് കൊച്ചിലെ തൊട്ടുള്ളൊരു ശീലമാണ്. രാവിലെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു ചായ നിർബന്ധമാണ്. എൻ്റെ വീട്ടിലായിരുന്ന സമയത്ത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു ഗ്ലാസ് കടുംചായ കുടിക്കുക, അതായത് ഇവിടുത്തെ തേയില, അല്ലെങ്കിൽ കടുങ്കാപ്പി കുടിക്കുന്നവരാണെങ്കിൽ ഒരു ഗ്ലാസ് കടുങ്കാപ്പി കുടിക്കും. അതിന് ശേഷമാണ് നമ്മൾ പാൽ ചായ ഇടുന്നത്. അപ്പോൾ മിക്ക വീട്ടിലെ പശുവൊക്കെ കാണുമല്ലോ, നമ്മുടെ അവിടെയൊക്കെ പശുവൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ പശുവിനൊക്കെ കറന്ന് പാലെടുത്ത് ചായ ഉണ്ടെങ്കിൽ ഒരു 7 മണി കഴിഞ്ഞതിന് ശേഷമാണ് ഇടുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും കടുംചായ കടുങ്കാപ്പിയൊക്കെ ഒന്ന് സ്കിപ്പായിട്ടുണ്ട്. അങ്ങനെ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ച്, രാവിലത്തെ ഏറ്റവും വലിയ പണിയാണല്ലോ ഇനി ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കണം എന്നുള്ളത്. ഇതിനെക്കുറിച്ച് ഞാൻ ഇന്നലെ ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ള ഒരു കാര്യം ഓർത്തിട്ടുണ്ടായിരുന്നേ. മൈദാമാവ് വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഇതുവരെ പൊട്ടിച്ചില്ലായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒരു മുട്ട ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ കുറേ നാളായിട്ട് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാണ്. ഇപ്പോഴാണ് അതിനൊരു പറ്റിയ ടൈം വന്നത്. അപ്പോൾ മൈദാമാവും മുട്ടയും കുറച്ച് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഓപ്ഷണലാണ്, വേണമെങ്കിൽ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്യാമേ. അപ്പോൾ ഞാനിതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ദോശപ്പാനിലേക്ക് അത് ആ ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് അതിനെ തിരിച്ച് മറിച്ച് ഇടുക. അപ്പോൾ ആദ്യത്തെ ഒരെണ്ണം ചെറുതായിട്ടൊന്ന് കളറ് മാറിപ്പോയായിരുന്നു. മുട്ട ആയതുകൊണ്ടേ പെട്ടെന്ന് തന്നെ അത് ഫ്രൈ ആയി വരുവേ. അതിനുശേഷം ഇന്നലെ ഹസ്ബൻഡ് കോട്ടയത്ത് പോയിട്ട് വന്നപ്പോഴത്തേന് കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇടുക്കി കോട്ടയൊക്കെ അടുത്തായതുകൊണ്ട് ടേസ്റ്റുകൾ ഓൾമോസ്റ്റ് സിമിലർ ആണല്ലോ. അപ്പോൾ അവിടുത്തെ സ്നാക്സ് കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാടിനെ കുറച്ചും കൂടെ ഓർക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് ഈ ബോംബെ മിക്സറെ. അപ്പോൾ അത് കുറച്ച് ഏറെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അതിനെയൊക്കെ നമുക്കൊരു ടിന്നിനകത്തേക്ക് തട്ടി വെക്കണേ. അതൊക്കെയാണല്ലോ മെയിൻ പണി എന്ന് പറയുന്നത്. തണുത്ത് പോവാതെ വെക്കണമല്ലോ. അങ്ങനെ എല്ലാ സ്നാക്സും എടുത്ത് നോക്കി. അതിനകത്ത് കപ്പ ചിപ്സ്, കുഴലപ്പം, പിന്നെ ഇങ്ങനത്തെ ഒരു മിക്സറും കൂടി ഉണ്ടായിരുന്നേ. ഇതെല്ലാമായിരുന്നു സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. കുറേ ദിവസത്തേക്കുള്ളതുണ്ട്. അതിനുശേഷം നമ്മൾ രാവിലെ കാഞ്ഞിരംകുളം മാർക്കറ്റ് വരെ പോകാമെന്ന് വിചാരിച്ചേ. നമ്മുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ എല്ലാ ദിവസവും സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണല്ലോ പന്നി, പോത്ത്, അങ്ങനത്തെ ഇറച്ചികളൊക്കെ. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ അത് സ്കെഡ്യൂളാണ് കേട്ടോ. അതായത് സാറ്റർഡേയ്സിൽ ഈവനിങ്ങും പിന്നെ മോർണിംഗ് ചിലടത്ത് കിട്ടുന്നു തോന്നുന്നു. പിന്നെ സൺഡേയ്സിൽ മാത്രമാണ് ഇങ്ങനത്തെ പന്നി, പോത്തൊക്കെ കിട്ടുന്നത്. ഇവിടെ ബീഫ് കിട്ടും, അതായത് കാള, പശു അതൊക്കെ കിട്ടും. അല്ലാണ്ട് നമ്മുടെ അവിടെ ബീഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങിക്കുന്ന പോത്തില്ലേ, അതിവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം ചില ഷോപ്പിൽ മാത്രമേ കിട്ടത്തുള്ളേ. അപ്പോൾ കാഞ്ഞിരംകുളം മാർക്കറ്റിലാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ രാവിലെ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അവിടെ ഈ പറഞ്ഞ പോലെ ചെന്നപ്പോഴത്തേക്കിനും ഇതെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് മട്ടൻ വേണ്ടവർക്ക് അങ്ങനെയുണ്ട്, പന്നി, പശു, കാള, പോത്ത്, ഇത്രയും ഐറ്റംസാണ് അവിടുത്തെ മാർക്കറ്റിലുള്ളത്. നമ്മുടെ അവിടുത്തെ പോലത്തെ മാർക്കറ്റല്ല. ഇവിടുത്തെ മാർക്കറ്റ് കുറച്ചും കൂടെ അത്ര ലൈവ് അല്ല. അതായത് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ ചിലർ പച്ചക്കറിയൊക്കെ ആയിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. പച്ചക്കറികൾ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ അങ്ങനെ സാധാ ഷോപ്പുകളിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അവിടെ നമ്മുടെ അവിടെ കിട്ടുന്ന കൂർക്ക അങ്ങനത്തെ പച്ചക്കറിയൊക്കെ ഇവിടെ വളരെ റെയറായിട്ടാണ്. പിന്നെ വയലറ്റ് കളറിലെ നമ്മുടെ ക്യാബേജില്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ പൊതുവേ സാധാരണ കടകളിലൊന്നുമില്ല. സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ പോയിട്ടുണ്ടെങ്കിലോ ഉള്ളേ. അപ്പോൾ പിന്നെ നമ്മൾ കാഞ്ഞിരംകുളത്ത് കയറി അധികം സാധനമൊന്നും മേടിച്ചില്ല. പന്നി മേടിച്ചു, 1/2 കിലോ പോത്തും 1/2 കിലോ പന്നിയും മേടിച്ചു. നമ്മളിവിടെ ആളെണ്ണം കുറവായതുകൊണ്ട്. പിന്നെ നമ്മൾ 1 കിലോ കപ്പയും മേടിച്ചേ. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ആ കടയിലിരിക്കുന്ന വെട്ടുകൾക്ക് എൻ്റെ കണ്ണിലുടക്കി. പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് ഞാനത് വാങ്ങിച്ചില്ല. അങ്ങനെ ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് ഇനിയാണല്ലോ ശരിക്കുള്ള പണി തുടങ്ങുന്നത്. അങ്ങനെ നമുക്ക് രാവിലെ മുട്ട ദോശയ്ക്ക് വേണ്ടിയിട്ട് ഇന്നലത്തെ ചിക്കൻ്റെ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അതിനൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോഴത്തേനും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതിന് കൂടുതൽ രാവിലെ നമുക്ക് ആദ്യമേ കടുങ്കാപ്പി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ടാങ്ക് കലക്കി. അപ്പോൾ ടാങ്ക് കലക്കി അതും പിന്നെ ഞാനൊരു ഗ്ലാസ് കടുങ്കാപ്പി ഇട്ട് കുടിച്ചേ. അതായത് പൊതുവേ എന്തെങ്കിലും ഒരു ക്ഷീണം വരുന്ന സമയത്ത് ഒരു ഗ്ലാസ് കടുങ്കാപ്പി കുടിക്കുമ്പോൾ റിലീഫാണല്ലോ. എനിക്ക് നേരത്തെ തൊട്ടേ കടുങ്കാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു അഡിക്റ്റാണ്. അതായത് ഏത് സമയത്ത് ഇട്ടിട്ടുണ്ടെങ്കിലും എനിക്ക് കുടിക്കാൻ പറ്റും. ഒരു തലവേദന വന്നാൽ ഗുളിക കഴിക്കുന്നതിനപ്പുറത്തേക്ക് ആദ്യമേ ഒരു കടുങ്കാപ്പി ഇട്ട് കുടിക്കുകയായിരിക്കും ചെയ്യുന്നത്.
അതിനുശേഷം കുറേ തുണിയൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകിയിട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറേ നേരത്തെ പണിയായിരുന്നു. അങ്ങനെ തുണികളെല്ലാം രാവിലെ കഴുകി വിരിച്ചു. ഇനിയാണ് ശരിക്കുള്ള നമ്മുടെ അടുക്കള പണികൾ തുടങ്ങാൻ പോകുന്നത്. എനിക്ക് പൊതുവേ പാട്ട് കേട്ടോണ്ട് ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമാണ്. അങ്ങനെ സ്പീക്കറിനകത്ത് പാട്ടൊക്കെ വെച്ചു. ആദ്യമേ നമുക്ക് പോത്ത് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ കറി പീസായിട്ട് അത് നമ്മൾ പറഞ്ഞാലും ഇല്ലെങ്കിൽ അവരത് അങ്ങനെയാണ് തൂക്കുന്നത്, അതായത് കട്ട് ചെയ്തിട്ടാണ് തൂക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വലിയ പീസായിട്ടാണ് അവരിങ്ങനെ വെട്ടിയിടുന്നതല്ലേ. അപ്പോൾ അതിനെയൊക്കെ ഞാനൊന്ന് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തേ. അപ്പോൾ ബീഫ് ഇന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം പന്നി മേടിച്ചപ്പോഴത്തേക്കിന് അതിനകത്ത് ഒരുപാട് തൊലി ഉണ്ടായിരുന്നേ. അപ്പോൾ തൊലിയൊക്കെ നമുക്ക് ഉരുക്കി മാറ്റി വെക്കണമല്ലോ, അല്ലെങ്കിൽ അത് കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കത്തില്ല. അങ്ങനെ പോത്തിൻ്റെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ആദ്യമേ അതിനെ കറി വെക്കാമെന്ന് വിചാരിച്ചേ. ഇന്നിപ്പോൾ നമുക്ക് ലഞ്ചിന് കപ്പയും പോത്തുകറിയാണ്, അല്ലാണ്ട് നമ്മളിന്ന് ചോറൊന്നും വെച്ചില്ല. ഇവിടെ പറഞ്ഞ പോലെ ആളെണ്ണം കുറവായതുകൊണ്ട് കുറച്ച് ചോറിട്ടാലും വേസ്റ്റായി പോവാണ്. ഫുഡ് നമ്മളങ്ങനെ വെറുതെ വേസ്റ്റ് ആക്കേണ്ടല്ലോ, ആവശ്യമുള്ള വെക്കാമെന്ന് വിചാരിച്ചിട്ട് രണ്ടുപേർക്കും കൂടി ഇഷ്ടമുള്ള ഒരു ലഞ്ചാക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ പന്നിയുടെ നെയ്യ് ഉരുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ നെയ്യുള്ള പോർഷൻ മാത്രം സെപ്പറേറ്റ് കട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. ഇറച്ചി സെപ്പറേറ്റ് നെയ്യ് സെപ്പറേറ്റ് വെച്ചിട്ടുണ്ടെങ്കിലാണ് നമുക്ക് നെയ്യ് ഫുള്ളായിട്ട് അങ്ങനെ ഉരുക്കിയെടുക്കാൻ പറ്റുന്നത്. അപ്പം അതിന് ഇത് പറഞ്ഞ പോലെ 1/2 കിലോയെ നമ്മൾ വാങ്ങിച്ചുള്ളൂ. അത് തന്നെ ഒരുപാടുണ്ടായിരുന്നേ. ഇവിടുന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ നെല്ലിമുട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പന്നി ഇറച്ചി. ആ സമയത്ത് നമുക്ക് അത്യാവശ്യം നല്ല ഇറച്ചിയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള സവോള, നമ്മുടെ വെളുത്തുള്ളി അതൊക്കെ റെഡിയാക്കി എടുക്കണേ. ഇത് ഞാൻ ഇവിടെ ഒരു പാത്രത്തിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഒരു ഓഡിറ്റോറിയം എടുത്തിട്ട് എല്ലാം 189 രൂപയ്ക്ക് വിൽക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് ഉള്ള ആൾക്കാരായിരുന്നേ. അപ്പോൾ അവിടെ പോയപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഇതേ കൂട്ട് 3 ബോക്സിന് 189 രൂപയായിരുന്നേ. അന്ന് ഏകദേശം നമ്മൾ വീട് വെച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. അപ്പോഴത്തേക്കിന് നമ്മൾ ഏകദേശം ഒരു 10,000 രൂപയ്ക്കടുത്ത് സാധനം അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എല്ലാ പാത്രങ്ങളൊക്കെ വേണമല്ലോ, ഈ സ്റ്റീൽ പാത്രമൊക്കെ അങ്ങനെ വാങ്ങിച്ചതാണ്. 189 രൂപയ്ക്ക് ചില സാധനങ്ങൾ നമുക്ക് ലാഭമായിട്ട് തോന്നും, ചിലത് ഭയങ്കര നഷ്ടമായിട്ട് തോന്നും. അതായത് ചെറിയ സാധനം എടുത്താലും വലിയ സാധനം എടുത്താലും ആ വില തന്നെയാണ്. അങ്ങനെ നമ്മുടെ സവോളയൊക്കെ പൊളിച്ചു. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഞാനത് നമ്മളിങ്ങോട്ട് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നിയമമൊക്കെ എത്താറാകുമ്പോഴത്തേക്കിന് ഒരു സവാള കടയുണ്ട്. അതായത് സവാള, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ 1-2 സാധനങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ. 3 കിലോ സവാള 100, 4 കിലോ 100 അങ്ങനത്തെ കടയാണ്. അപ്പോൾ അവിടെ പുളിയൊക്കെ വാളംപുളിയൊക്കെ വാങ്ങാനായിട്ട് കയറിയപ്പോഴത്തേക്കിനും അവിടെ നിന്നാണ് വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നത്. വെളുത്തുള്ളിയുടെ അത്യാവശ്യം വലിയ ചുളകളാണ്. അതങ്ങനെ അല്ലികളാക്കിയിട്ടേക്കുന്നതിന് 250 ഗ്രാമിന് 80 രൂപ അത്രയേ ഉള്ളായിരുന്നേ. അപ്പോൾ അത് അത്യാവശ്യം വലുതായതുകൊണ്ട് അത് തന്നെയാണ് അന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു ജോലികളാണെങ്കിലും ചെയ്ത് വരുമ്പോഴത്തേക്കിനും വലിയ വലിയ ജോലികളാണല്ലോ. ഇതെല്ലാം എത്രയും പൊളിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള പ്രോസസ്സല്ലേ. അടുക്കളപ്പണി എന്ന് പറഞ്ഞാൽ ഒരിക്കലും തീരത്തില്ലാത്തൊരു ജോലിയാണല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും കൂടെ ആക്കി വരുമ്പോഴത്തേക്കിനും തന്നെ അത്യാവശ്യം നല്ല സമയം പോവേ. ശരിക്കും നമ്മൾ താമസിച്ച് എഴുന്നേറ്റ് ആ ഒരു ലാഗ് മനസ്സിൽ കിടക്കുന്നതുകൊണ്ടാണ്. ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലാണെങ്കിൽ രാവിലെ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാറുണ്ട്. അപ്പോൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും എല്ലാ ജോലികളും കഴിയും, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ചും ഒക്കെ കഴിയും. പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് ഡിന്നറിൻ്റെ പരിപാടി പതുക്കെ തുടങ്ങുന്നത്. ഉച്ചയ്ക്ക് കഴിച്ച ഫുഡ് ആർക്കും പൊതുവേ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും താല്പര്യമില്ലല്ലോ. ഇവിടുത്തെ ചൂടത്ത് എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും പെട്ടെന്ന് വളിച്ചു പോവുകയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ ആണോ അതോ ക്ലൈമറ്റിൻ്റെ ആണോ എന്ന് അറിയത്തില്ല, എന്ത് സാധനമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അഴുക്കാണ്. അതുകൊണ്ട് നമ്മൾ വളരെ കുറവ് ക്വാണ്ടിറ്റിയിലാണ് എല്ലാ ഫുഡും വെക്കുന്നത്, വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. അങ്ങനെ സവോളയൊക്കെ ജസ്റ്റ് ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് പുറത്തൊരു കറുത്ത കളറിലൊരു സംഭവമുണ്ട്, എന്തോ ഫംഗസ് പോലത്തെ എന്തോ സംഭവമാണ്. അതുകൊണ്ട് എല്ലാ സവോളയും ഞാൻ കഴുകി തന്നെയാണ് എടുക്കുന്നത്. പൊതുവെ ചിലർ പറയുമല്ലോ സവോള കഴുകിക്കൂടെന്ന്, അതുകൊണ്ടാണ്. ഇതിനെല്ലാം പിന്നെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. അങ്ങനെ നമ്മുടെ ഇറച്ചി അടുപ്പത്ത് വയ്ക്കാൻ പോവുകയാണ്. ഞാൻ ചെയ്യുന്ന അത് പല രീതിയിലും നമുക്ക് വേണമെങ്കിൽ കറി വെക്കാൻ പറ്റും. ഞാൻ എൻ്റെ സമയം അനുസരിച്ച് മൂഡനുസരിച്ചൊക്കെയാണ് ഇങ്ങനത്തെ കറികൾ വെക്കുമ്പോൾ രീതികൾ മാറുന്നത്. നമുക്ക് കുറച്ചും കൂടെ റിലാക്സ്ഡ് ആണ്, ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുത്ത് സവോളയൊക്കെ വഴറ്റി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വേകാനായിട്ട് വെക്കാമേ. കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വേകുന്ന സമയത്ത് ഇതിനകത്തുനിന്ന് കുറേ വെള്ളം ഇറങ്ങും. അതുകൊണ്ട് ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം വേണ്ടി വരുമേ. അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വേകാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ പൊളിച്ച് വെച്ചിട്ടില്ലേ സവോളയൊക്കെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാമേ. സവോള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ആണെങ്കിൽ നീളത്തിലാണ് അരിയുന്നത്. നമ്മുടെ അവിടെ പൊതുവേ പറയാം, അതായത് ഇറച്ചി മീനൊക്കെ വെക്കുന്ന സമയത്ത് ഇഞ്ചി നല്ലപോലെ നീളത്തിൽ അരിയണമെന്നേ. ബാക്കി നമ്മുടെ അച്ചാർ അല്ലാത്ത കറികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഞ്ചി റൗണ്ടിൽ അരിയാൻ പറ്റും. ഇത് ശരിക്കും ഓരോ സാധനങ്ങൾ ഓരോ രീതിയിൽ അരിയുമ്പോൾ ഓരോരോ ടേസ്റ്റ് ആണല്ലോ. സവോള അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടില്ല, അതായത് നീളത്തിൽ അരിയുമ്പോൾ ഒരു ടേസ്റ്റ്, ചോപ്പ് ചെയ്യുമ്പോൾ വേറെ ടേസ്റ്റ്, അങ്ങനെയല്ലേ. ശരിക്കും അത് കാര്യം കാണുമായിരിക്കും. ഞാൻ പൊതുവേ ഇറച്ചി മീനൊക്കെ വെക്കുന്നതുകൊണ്ട് അതുകൊണ്ട് നീളത്തിൽ തന്നെയാണ് ഇഞ്ചിയൊക്കെ അരിയാറ്.
ഇവിടെ അധികം എരിവ് അങ്ങനെ ആർക്കും വലിയ പ്രിയമില്ലാത്തതുകൊണ്ട് ഞാൻ മുളകൊക്കെ വളരെ കുറവാണ് എടുത്തത്. അതുകൊണ്ട് ഇഞ്ചിയുടെ ക്വാണ്ടിറ്റിയും കുറവാണ് എടുത്തത്. ഇല്ലെങ്കിൽ നമുക്ക് ആ എരിവിൻ്റെ ഒരു കുത്തൽ വരുമല്ലോ പെട്ടെന്ന്. ഈ പറഞ്ഞ പോലെ സമയമുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നമുക്ക് ഈ സവോള, ഇഞ്ചിയും പച്ചമുളകും എല്ലാം കൂടെ വഴറ്റിയിട്ടിടുകയാണെന്നുണ്ടെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും. സവോള വഴണ്ട് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. ഇതിപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഡയറക്റ്റ് തന്നെ ഇട്ടേ. അതായത് ജസ്റ്റ് ഒന്ന് ആ ഒരു ബീഫ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിനകത്തേക്ക് അപ്പം തന്നെ ഇട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാമേ. ഇനി ബീഫ് ഇരുന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് സവോളയൊക്കെ നന്നായിട്ട് വെന്തലിഞ്ഞ് വരുവേ. അങ്ങനെ അതൊരു സൈഡിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീഫ് ആയതുകൊണ്ട് അതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പൂളും കൂടി ഇടാമെന്ന് വിചാരിച്ചേ. അങ്ങനെ തേങ്ങ കൊത്തിയെടുക്കാമെന്ന് ഓർത്തു. ഇത് ഞാനിവിടെ അടുത്തുനിന്ന് മേടിച്ചൊരു കത്തിയാണ്. ആ കത്തിയാണെങ്കിൽ തീരെ ചെറിയ കത്തിക്ക് ആ കടയിലെ പുള്ളിക്കാരൻ എന്നെ പറ്റിച്ചതാണ്. അതിന് 90 രൂപ വാങ്ങിച്ചേ. ഇതിന് മുന്നേ ഞാൻ വലിയ കത്തി വാങ്ങിച്ചപ്പോൾ അതിനാണ് 50 രൂപയുള്ളായിരുന്നേ. ചില സമയത്ത് അങ്ങനെയാണല്ലോ, തുറന്നു നോക്കാണ്ട് വാങ്ങിക്കുന്നതുകൊണ്ട് പറ്റുന്ന അബദ്ധങ്ങളാണ്. അപ്പുറത്തിരിക്കുന്ന കത്തിയാണെങ്കിൽ ഈ 189 രൂപയുടെ കട പറഞ്ഞില്ലേ, ആ കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. അത് അത്യാവശ്യം നല്ല കത്തിയാണ്. പക്ഷേ ഇവിടെ തേങ്ങ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വേറെ വാക്കത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ തേങ്ങ പൊട്ടിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് അതിനകത്ത് നിന്ന് ഇളകി പോകുന്നതെന്നാണ് എൻ്റെ ഒരു സംശയം. ഇനി ഒരു ദിവസം കൂടെ തേങ്ങ പൊട്ടിച്ചിട്ടുണ്ട്, അത് ഉറപ്പായിട്ടും വിട്ടുപോരും. അതിനകത്തെ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ നിന്ന് വരുമ്പോഴത്തേനും ഒരു വാക്കത്തി ഒരു കോടാലിയൊക്കെ കൊണ്ടുവന്ന് എത്തിക്കണം എന്നുള്ളത്. അവിടുത്തെ ആയുധങ്ങൾക്കാണ് പൊതുവെ മൂർച്ച കൂടുതൽ. അപ്പോൾ അതാകുമ്പോഴത്തേനും നമുക്ക് ലോങ് ടൈമിൽ വീട്ടിൽ എൻ്റെ അച്ഛനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞ് പണിയിപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുമ്പോഴത്തേനും അത്ര ക്വാളിറ്റി കാണത്തില്ലല്ലോ. നമ്മുടെ പന്നിത്തൊലി ഇവിടെ ഉരുക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം കാണുമല്ലോ നമ്മൾ കഴുകിയതിൻ്റെയൊക്കെ. അപ്പോൾ അതൊന്ന് വറ്റി തുടങ്ങുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ അത് അവിടെ നിന്ന് വറ്റിക്കോളൂ. 1 കിലോ കപ്പ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കപ്പ അതിനകത്ത് 3 കപ്പ ഇട്ട് അത് തന്നെ നമ്മൾ 2 എടുത്തിട്ട് അതിനകത്ത് നിന്ന് വേസ്റ്റാക്കി കളയേണ്ട വന്നേ. അതായത് പൊതുവേ ഫുഡ് ഈ ചൂട് സമയമൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ഇഷ്ടം പോലെ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. വിശപ്പ് അങ്ങനെ കുറവാണ്. അപ്പോൾ നമുക്ക് ഫുഡിൻ്റെ ഇൻടേക്കും വളരെ കുറവാണ്. അങ്ങനെ ആ കപ്പയൊക്കെ പൊളിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ല കപ്പയായിരുന്നു, പെട്ടെന്ന് തന്നെ വെന്തു. പിന്നെ നമുക്ക് കുഴച്ചെടുക്കാനൊക്കെ ആയിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. കപ്പ വാങ്ങുന്ന സമയത്ത് ചില സമയത്ത് അതിങ്ങനെ കൊള്ളൂലല്ലോ, കല്ലിച്ച് പോകുമല്ലോ. ഇതേണ്ട നമ്മുടെ പന്നിത്തൊലി ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. 1 സ്പൂൺ എണ്ണ ഒഴിക്കാവുള്ളൂ, ഒരുപാട് എണ്ണ ഒഴിക്കില്ല. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇളക്കി കൊടുക്കുക. കപ്പ ഞാനിവിടെ കൊത്തിയാണ് എടുക്കുന്നത്. ചിലരിങ്ങനെ അരിഞ്ഞെടുക്കുമല്ലോ. പിന്നെ കപ്പ തന്നെ പലരും പല രീതിയിലൊക്കെ ചെയ്യുന്ന കാണാം. അതായത് കപ്പ പൊളിച്ചിട്ട് ഇതിന് പുറം ഭാഗം ചീകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരത്ത് ചില വീടുകളിൽ. അതായത് അതിൻ്റെ ഈ കയ്പ്പ് പോകാൻ വേണ്ടിയിട്ടാണ്. നമ്മളങ്ങനെ ചെയ്യാറില്ല. കപ്പ ഡയറക്റ്റ് പൊളിച്ചിട്ട് കഴുകിയിട്ട് കൊത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. പന്നിത്തൊലി ഇവിടെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി അതിനകത്തുനിന്ന് നമുക്കിത് കോരി മാറ്റി വെക്കാം. കണ്ട് നന്നായിട്ടൊന്ന് ഷ്രിങ്കായി വന്നിട്ടുണ്ട്. ഈ എണ്ണയാണെങ്കിൽ ചിലർ അത് കുക്ക് ചെയ്യാനും അങ്ങനെയൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നമ്മളൊക്കെ കൊച്ചായിരുന്ന സമയത്ത് നമുക്ക് വീക്ക്ലി ഓഫ് കിട്ടുന്ന സമയത്തെ എന്തെങ്കിലും വറുത്തും പൊരിച്ചൊക്കെ നമ്മുടെ ഓരോരോ പരീക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല എണ്ണ ഉപയോഗിക്കാനായിട്ട് തരത്തില്ല. അപ്പോൾ നമ്മുടെ പരീക്ഷണങ്ങൾ ഫുള്ള് ഇങ്ങനെ പന്നിനെയും ഉരുക്കിയതൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്താണ് നമ്മൾ കൂടുതൽ അങ്ങനത്തെ പരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാനിന്ന് എടുത്തൊന്നും വെച്ചില്ല, അതിനെ ഊറ്റിക്കളയാണ് ചെയ്തത്. അങ്ങനെ അതിന് ഇനിയിപ്പോൾ നമുക്ക് ഇന്ന് ബീഫ് ഉള്ളത് കൊണ്ട് ഇത് കറി വെച്ചാലും ചിലവാകത്തില്ലാത്തതുകൊണ്ട് അതിനെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതിൻ്റെ ഇറച്ചി നമ്മളൊന്നും ചെയ്തില്ലല്ലോ. അത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്ക് കഴുകി വൃത്തിയാക്കി അത് അടച്ചു വെച്ചു. എന്നിട്ട് നമ്മളിപ്പോൾ ഉരുക്കി എടുത്തില്ലേ ആ പന്നിത്തോലി, അത് വേറൊരു പാത്രത്തിലാക്കി അതും അടച്ചു വെച്ചു. അപ്പോൾ കറി വെക്കണ സമയത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കറി വെക്കാനായിട്ട് പറ്റും. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പരമാവധി പണികളൊക്കെ ഞാൻ ഒതുക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇനി അടുത്ത 6 ദിവസം കഴിഞ്ഞെങ്കിലല്ലേ നമുക്കൊരു സൺഡേ കിട്ടത്തുള്ളൂ. വീട്ടു ജോലിക്കകത്ത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് തുണി അലക്കൽ, തുണി മടക്കി വയ്ക്കൽ. രണ്ടാമത്തെ കാര്യമാണ് ഈ തേങ്ങ ചിരകൽ. എത്ര ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ ഇതൊന്നും ഇപ്പോൾ ചെയ്യാണ്ടിരിക്കാൻ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള സ്ഥലം ഇതുവരെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് തുണി അലക്കൽ അങ്ങനത്തെ ഒരു ജോലിയാണ്. പിന്നെ തേങ്ങ ചിരകലാണെങ്കിൽ ഏറ്റവും വലിയ ചിരണ്ടുന്ന സമയത്ത് ഞാൻ വിചാരിക്കും കുറച്ചേറെ ചിരക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീക്ക് ഡേയ്സിലുള്ള പണി ഒഴിവാക്കാന്നേ. ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആ മടി ഇങ്ങ് ഉണരുന്നതുകൊണ്ട് അതങ്ങനെ ചെയ്ത് വെക്കാൻ പരമാവധി പറ്റാറില്ല. മസാലകളൊക്കെ നമ്മൾ ഇതിനകത്തേക്ക് ബീഫ് കറിക്കകത്തേക്ക് ആഡ് ചെയ്തേ. ജോലി ചെയ്യുമ്പോഴത്തേക്കിന് എവിടെ നിന്നില്ലാത്തൊരു വെപ്രാളം എനിക്ക് എപ്പോഴും വരാറുണ്ട്. ഏത് ജോലിയാണെന്നുണ്ടെങ്കിലും ഞാൻ പൊതുവേ സ്പീഡിലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ജോലിയൊക്കെ ചെയ്ത് തീർന്നു കഴിയുമ്പോഴത്തേനും അവിടുത്തെ ക്ലീനിങ്ങും നല്ലൊരു പണിയായിരിക്കും. പ്രത്യേകിച്ച് പാത്രമൊക്കെ കഴുകിയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഫുള്ള് നനയും. പിന്നെ അതൊക്കെ തുടച്ച് പറക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ജോലിയാണ്. അത് പണ്ട് തൊട്ടേ അങ്ങനെയാണ്. പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഇതിൽ ചെയ്യുന്നതാണ്. തേങ്ങ അരച്ചാണ് നമ്മളിവിടെ കപ്പ വേവിക്കുന്നത്. ഇടുക്കിയിലോട്ടൊക്കെ അങ്ങനെയാണ്. ഇവിടെ വേറെ രീതിയിൽ വെക്കാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്.
അതിനകത്തേക്ക് ഒരു പച്ചമുളക്, 2-3 കുഞ്ഞുള്ളി, പിന്നെ ജീരകം ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ കപ്പ ഇവിടെ ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. കപ്പ വെക്കുന്ന സമയത്ത് ഉപ്പിടരുത്, ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഉപ്പിടാവുള്ളേ. രാവിലെ പൊട്ടിച്ച് വെച്ചില്ലേ മൈദാമാവ്, അതിനെ നമുക്കൊരു ടിന്നിനകത്തേക്ക് ആക്കി വെക്കാമേ. വേറെ നമ്മുടെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ടിന്നൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് എത്ര വേണമെന്നൊന്നും അറിയത്തില്ലാത്തതുകൊണ്ട് കാണുന്നതാണ് മേടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഓരോരോ സാധനങ്ങൾ ഇട്ടിട്ട് വരുമ്പോഴാണ് ശരിക്കും നമുക്കതിൻ്റെ ടിന്ന് തികഞ്ഞില്ലല്ലോ എന്ന് മനസ്സിലാവുന്നത്. ഇതൊക്കെ ഞാൻ പോത്തീസിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഓഫറിലുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ ചിരകിയപ്പോൾ ഒരു മുറി ചിരണ്ടിയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് കുറച്ചല്ലേ നമ്മൾ കപ്പയ്ക്ക് ഉപയോഗിക്കുള്ളൂ, ബാക്കിയെടുത്ത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഇങ്ങനത്തെ കുറേ കണ്ടെയ്നേഴ്സ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എന്ത് സാധനം ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഡപ്പകൾ വേണമല്ലോ. അപ്പോൾ അതിനകത്താക്കിയിട്ട് നമ്മുടെ തേങ്ങ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കപ്പ ഇവിടെ ഓൾമോസ്റ്റ് വെന്ത് വന്നിട്ടുണ്ട്. എല്ലാ കപ്പയും നന്നായിട്ട് വെന്തിട്ടില്ല, അതിനകത്ത് ചിലത് വേഗാത്തമുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനിങ്ങനെ ഉടച്ചെടുക്കുകയെന്ന്. അരപ്പ് അരച്ചതില്ല, അത് കുറച്ച് നേരം ഇതിനകത്തേക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ടാണ് നമ്മൾ കപ്പ ഇളക്കിയെടുക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ അരപ്പിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക, അപ്പം നല്ല സ്മെല്ലായിരിക്കുമല്ലോ കറിവേപ്പില ആവി കയറുമ്പോഴത്തേക്കിനും. ഞാൻ ഇവിടെ KP നമ്പൂതിരീസിൻ്റെ ആണ് ഈ ദാഹശമനി ഉപയോഗിക്കുന്നത്. അതിനകത്താകുമ്പോൾ എല്ലാ സ്പൈസസും ഉണ്ട്, വെള്ളം നല്ല ടേസ്റ്റി ആണല്ലോ. അപ്പോൾ കെറ്റിലിനകത്തായതുകൊണ്ട് ഈ പൊടി ഇട്ട് തിളപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ ജഗ്ഗിനകത്തേക്ക് ഇതിട്ടിട്ട് കെറ്റിലിൽ നിന്ന് നല്ല തിളച്ച വെള്ളം അതിനകത്തേക്ക് ഒഴിക്കുക. രണ്ടും ഏകദേശം ഒരേപോലെയാണല്ലോ, അപ്പോഴും വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലേ. ഈ വെള്ളമാണ് നമ്മളിവിടെ കൂടുതലും കുടിക്കുന്നത്. ഇത് നമ്മുടെ കപ്പ ചെറുതായിട്ടൊന്ന് ആവി കയറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനെ നന്നായിട്ട് ഇളക്കിയെടുക്കാമേ. നമ്മുടെ ഇവിടേക്കാണ് കപ്പ ഇളക്കാൻ വേണ്ടിയിട്ട് നല്ല കപ്പത്തുടുപ്പുണ്ട്, അതായത് നല്ല കാപ്പിക്കമ്പൊക്കെ ആയിരിക്കും വെട്ടി കപ്പത്തുടുപ്പായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇവിടെ അതില്ലാത്തതുകൊണ്ട് ഞാൻ ചപ്പാത്തിക്കോല് വെച്ചാണ് ഇന്ന് കപ്പ ഇളക്കുന്നത്. അത് വെച്ചാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഇതെല്ലാം ഇളക്കി നമ്മുടെ ലഞ്ച് ഓൾമോസ്റ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് വേണമെങ്കിൽ കുറച്ച് എണ്ണ ഒഴിക്കുന്നവരും കടുക് താളിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഇത്രത്തിൽ വെച്ച് പണി നിർത്തി. ഇനിയുള്ള വലിയ ജോലിയാണ് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് തൊട്ട് ഓരോരോ സാധനങ്ങളിങ്ങനെ സ്റ്റോർ ചെയ്ത് ഒന്നും കറക്റ്റ് പ്ലേസിലൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമുക്കതൊന്ന് അടുക്കി പറക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം എടുത്ത് നമ്മളൊന്ന് ക്ലീൻ ചെയ്തേ. അങ്ങനെ വേറെ നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊന്നും ഫ്രിഡ്ജ് വെക്കാറില്ലെങ്കിൽ എല്ലാ ദിവസവും എടുത്ത് മാറ്റിയൊക്കെ തിരിച്ച് മറിച്ചൊക്കെ വെക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് അലമ്പായിട്ടായിരുന്നു ഫ്രിഡ്ജ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതപ്പോൾ നമ്മൾ എടുത്തൊന്ന് വൃത്തിയാക്കി. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കുന്ന പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴല്ലേ നമുക്ക് എന്താണ് വേണ്ടത് വേണ്ടാത്തതെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. എൻ്റെ ചേച്ചി ഹോം മെയ്ഡ് അച്ചാറുകൾ ഉണ്ടാക്കി സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവൾ ഉണ്ടാക്കിയതാണ് ഇത്. കക്ക ഇറച്ചിയാണ്, അത് അച്ചാറിട്ടേക്കുന്നതാണ്. പിന്നെ ഡേറ്റ്സ്, നാരങ്ങ, മാങ്ങ തുടങ്ങി എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് അച്ചാറിട്ട് എങ്ങോട്ട് ഇന്ത്യയിൽ എവിടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി ഉള്ളതാണ്. അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്ക് ആകുമ്പോൾ തന്നെ നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമല്ലോ. എല്ലാ മീനുകളും നമ്മൾ അച്ചാറിടുക. അത് വേണ്ടവരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 100% കസ്റ്റമൈസ്ഡ് ആണ്. നിങ്ങൾക്ക് എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ നമുക്ക് ചെയ്തു തരാൻ പറ്റും. ഇവിടെ നമ്മുടെ പള്ളിച്ചിലൊരു മുട്ട ഹോൾസെയിലിൻ്റെ ഒരു കടയുണ്ട്, അവിടെ നിന്നാണ് ഞാൻ മുട്ട വാങ്ങുന്നത്. അപ്പോൾ കാടമുട്ട ആ ഒരു ബോക്സിന് എനിക്ക് തോന്നുന്നു 135 രൂപയാണെന്ന് തോന്നുന്നു. 48-50 മുട്ട ഉണ്ട്. വീടിൻ്റെ പാല് കാച്ച് തുടങ്ങി ഇന്നൊരു ക്ഷാമമില്ലാത്തൊരു സാധനമാണ് കറിവേപ്പില. അതായത് ഇവിടെ മിക്ക എല്ലാ വീടുകളിലും ഉണ്ട് കറിവേപ്പ്, വലിയ വലിയ മരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തുനിന്നും കറിവേപ്പ് ഇങ്ങനെ ഒടിച്ചെടുക്കുമ്പോഴത്തേനെ കുറേ ഏറെ തരുവേ. അതുകൊണ്ട് നമുക്ക് കറിവേപ്പിലേക്ക് ഇതുവരെ ക്ഷാമം വന്നില്ല. മാങ്ങാ സീസൺ ആയതുകൊണ്ട് എല്ലാവരും വരുമ്പോഴത്തേക്കിനും കയ്യിൽ 5-6 മാങ്ങയൊക്കെ കാണുമായിരിക്കും. എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക, വീട്ടിലുള്ളതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് കുറേ മാങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു, അതിനെല്ലാം ഞാൻ ഫ്രിഡ്ജിൽ അടുക്കി വെച്ചേ. അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേനും നമുക്ക് ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് നമുക്ക് പഞ്ചായത്തിൽ കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളം കളഞ്ഞൊക്കെ ഞാനിവിടെ കവർപ്പാലാണ് വാങ്ങുന്നത്. അപ്പോൾ ആ കവർപ്പാൽ കളഞ്ഞതിന് ശേഷം ആ കവർ നമ്മൾ കഴുകി വെക്കുക, എന്നിട്ട് അത് ഉണക്കിയതിന് ശേഷമാണ് പഞ്ചായത്തിൽ കൊടുക്കുന്നത്. നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള ചേച്ചിയാണ് പഞ്ചായത്തിൽ നിന്ന് ഇത് വന്നെടുത്തുകൊണ്ട് പോകുന്നത്. ഇത്രയൊക്കെ ചെയ്ത് ഒന്ന് ലഞ്ചും കൂടെ കഴിച്ചു വന്നപ്പോഴത്തേനും സമയം 2:15. നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ. ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഒരു പ്രോഡക്റ്റ് ആയിരുന്നേ. നമ്മുടെ 3D ബെഡ്ഷീറ്റ് ഇല്ലേ, അതായിരുന്നു. നേരത്തെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വീഡിയോസിൽ ഇതിങ്ങനെ സ്ഥിരമായിട്ട് കാണുന്നുണ്ടായിരുന്നു. ഇപ്പം അധികമായിട്ട് അങ്ങനെ കണ്ടിട്ടില്ല, കാര്യം എല്ലാ വീട്ടിലും ആയെന്ന് തോന്നുന്നത്. ഞാൻ വിചാരിച്ച് വീടൊക്കെ വെച്ചതിന് ശേഷം വാങ്ങാമെന്ന് വിചാരിച്ച് പെൻഡിങ്ങിൽ വെച്ചതായിരുന്നേ. അപ്പം അതിനകത്ത് ആദ്യം ഒരെണ്ണം വാങ്ങി നോക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഞാൻ നേരത്തെ വാങ്ങാൻ നോക്കിയ സമയത്ത് 800 സംതിങ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പം ഞാനിത് 450 ആ റേഞ്ചിലാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. ഫോണിൽ കാണുമ്പോൾ നല്ല 3D എഫക്റ്റ് ഇല്ല, നേരിൽ കാണുമ്പോൾ അത്ര ഇതില്ല. അതായത് ഇങ്ങനത്തെ ഒരു 3D കറക്റ്റായിട്ട് അങ്ങനെ ഒന്നും ഫീൽ ചെയ്യത്തില്ല. എങ്കിലും നല്ല ബെഡ്ഷീറ്റാണ്. കോട്ടൺ ഒന്നുമല്ല, ഒരു പോളിസ്റ്റർ മിക്സ് വരുന്ന കൂട്ടൊരു മെറ്റീരിയലാണ്. പിന്നെ നമുക്ക് മുറിയിലേക്കൊക്കെ കയറുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് കിട്ടുമേ.
അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മളെ കുഴിപ്പള്ളത്ത് പോയിട്ട് കുറച്ച് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്തേക്ക് പോട്ടി മിക്സ് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത്, പക്ഷെ അത് തനിയെ ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ ഞാൻ കുഴിപ്പള്ളത്ത് പോയി വാങ്ങാമെന്ന് വിചാരിച്ച് അവിടെ എത്തിയതാണ്. അവിടെ ഒരുപാട് ഇങ്ങനത്തെ വളങ്ങളും എല്ലാ മരുന്നുകളും ഉണ്ട്. പിന്നെ ഞാൻ കൊക്കോ പീറ്റാണ് വാങ്ങിച്ചത്. 4 പാക്കറ്റ് കൊക്കോ പീറ്റ് വാങ്ങിച്ചു. പിന്നെ ഈ കൊക്കോ പീറ്റിന് തന്നെ ഇങ്ങനത്തെ ഒരു ബ്ലോക്കും കൂടെ വാങ്ങിച്ചേ. അതായത് ഇപ്പം തന്നെ നടാനായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊക്കോ പീറ്റ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് വെള്ളത്തിൽ കുതിർത്ത് ഒരു ദിവസം വെക്കണേ. പിന്നെ ചെടിക്കടിക്കുന്ന ഒരു മരുന്നും കൂടെ വാങ്ങിച്ചു. ഞായറാഴ്ച ദിവസം മാത്രമാണ് വണ്ടി വെള്ളം കാണുന്നത്. അങ്ങനെ കുറേ ദിവസമായിട്ട് മഴയൊക്കെ ആയിട്ട് ആകെ അലമ്പായിട്ടിരിക്കുകയായിരുന്നു. അങ്ങനെ മാമ-എർത്തിൻ്റെ ഇത് കണ്ടോ, കേരള താളിയൊക്കെ ഇട്ടാണ് ഇന്ന് വണ്ടിയെ കുളിപ്പിച്ചെടുത്തത്. ഞായറാഴ്ച ദിവസം മാത്രം ആയതുകൊണ്ട് കുറച്ച് സമയം എടുത്ത് വണ്ടിയൊക്കെ കഴുകാറുണ്ട്. ഇത് നമ്മുടെ താന്നിമൂട്ടിലെ നല്ല സർബത്ത് കിട്ടിയ ഇത് പനനൊങ്കില്ലേ, ആ നൊങ്കും പിന്നെ പാളയംകുടം പഴവും മാതള നാരങ്ങയില്ലേ, അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് കസ്കസൊക്കെ ഇട്ടിട്ടുള്ളൊരു സർബത്താണ്. ഇത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഏകദേശം ഒരു 4 മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു. മഴ മൂടൽ നല്ലതായിട്ടുണ്ട്. അപ്പം നമ്മൾ രാവിലെ കഴുകിയിട്ട് തുണിയൊക്കെ പെറുക്കിക്കൊണ്ട് വരാമെന്ന് വിചാരിച്ചേ. തുണി അലക്കുന്നതിലും പാടാണ് ഇനി ഇതിനൊക്കെ മടക്കി ഒതുക്കി വെക്കുക എന്നുള്ളത്. പാലുകാച്ചിന് വരാൻ പറ്റാത്ത 1-2 ഗസ്റ്റ് നമുക്ക് ഇന്നുണ്ടായിരുന്നേ. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്കിനും അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദ്രോണ വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ദ്രോണ എടുത്ത് ഞാൻ കുറേ നേരമായിട്ട് വർത്താനം പറയണം. അതായത് അവനിപ്പോൾ വ്ളോഗിലൊന്നും വരുന്നില്ല, വീഡിയോയിലൊക്കെ കണ്ടിട്ട് കുറേ ആയല്ലോ എന്നുള്ളത്. പിന്നെ നമ്മൾ പിറ്റന്നത്തേക്കുള്ള പണി തുടങ്ങി. അതായത് ഇപ്പം ഞാൻ ചോറ് ഈ റൈസ് കുക്കറിനകത്ത് വേവിച്ചിട്ട് തിളപ്പിച്ചിട്ട് അതിനകത്ത് ഇറക്കി വെക്കുക. അതാകുമ്പോൾ രാവിലെ അത്രയും കുറച്ച് പണിയല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചോറ് വേവാൻ വെച്ചിട്ടുണ്ട്. ഗസ്റ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മുടെ ചായ സമയമൊക്കെ വൈകിയായിരുന്നേ. 7:30 ആകുമ്പോഴത്തേന് അത്യാവശ്യം നല്ല മഴ പെയ്തു. ഇപ്പോൾ പറഞ്ഞില്ലേ, എല്ലാ ദിവസവും തന്നെ അത്യാവശ്യം മഴയുണ്ട്. മഴ പെയ്യണ അനുസരിച്ചിട്ട് ചൂട് കൂടുന്നുണ്ട്. ചില ദിവസം ചെറിയ തണുപ്പുണ്ട്, എങ്കിലും ചൂട് അത്യാവശ്യം നല്ല രീതിയിലുണ്ട്. അങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ പിറ്റന്നത്തേക്കുള്ള തട്ടിക്കൂട്ട് കുറച്ച് കറികൾ തലേന്ന് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒരു മോര് കറി വെച്ചു. അതിനകത്ത് ഞാൻ തക്കാളിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ വയലറ്റ് ക്യാബേജ് ഇല്ലേ, അത് കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അതിനകത്ത് അതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ കട്ട് ചെയ്തിട്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം ഞാൻ ഈ 189 രൂപയുടെ കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. തോരന് മാത്രമേ അരിയാൻ പറ്റുള്ളൂ. അതിനകത്ത് ഇഞ്ചി പച്ചമുളകൊക്കെ ഇട്ട് അത്ര അരിഞ്ഞ് വെച്ചിട്ട് ഇതിനകത്ത് അരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ വന്നു, സവാള ഇടുമോ എന്നുള്ളത്. വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറേ ആയല്ലോ, അപ്പോൾ അവിടുത്തെ കറികളൊന്നും അല്ലല്ലോ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് എനിക്ക് ഇപ്പം ചെയ്യുമ്പോൾ കുറച്ച് കൺഫ്യൂഷനാണ് അവിടെ എങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്നുള്ളത്. പിന്നെ ഒരു സവാള അല്ലേന്ന് വിചാരിച്ച് കുഞ്ഞൊരു പോർഷൻ ഞാൻ അതിനകത്ത് കട്ട് ചെയ്തിട്ടു. പിന്നെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ച് അതിന് അരിഞ്ഞു വെച്ചേ. ഇന്നത്തെ നമ്മുടെ ഡിന്നർ പുട്ടാണ്. അങ്ങനെ പുട്ടിനുള്ള മാവും നമ്മൾ അടുപ്പത്ത് വെച്ച് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി ഒഴിവാക്കി. അതോടുകൂടി നമ്മുടെ എല്ലാ പണിയും കഴിഞ്ഞ് ഇനി പുട്ടിന് ആവി വരണം നോക്കി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. താങ്ക് യു.